നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറി തോമസ് സാറ്, വിവിധ ഭാരവാഹികളെ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നവര്. തോമസ് സാർ പറഞ്ഞത് ശരിയാണ്. ഞാനിങ്ങനെ തിരക്ക് കൂട്ടിയതാണ്. കാരണം തോമസ് സാറ് പറഞ്ഞത് നമുക്ക് ജനറൽ ബോഡിക്ക് ഒരു സെന്റ് ഓഫ് കൊടുക്കാം, പക്ഷെ അത് നടക്കത്തില്ല. കാരണം ഇത് പോയി കഴിഞ്ഞിട്ട് പിന്നെ വന്നില്ലെങ്കിൽ നമുക്കൊരു വിഷമായി. അതുകൊണ്ട് ഞാനവരെല്ലാം ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ടായിരുന്നു. കാരണം നമ്മുടെ ചില കർത്തവ്യങ്ങളും ഉത്തരവാദിത്വം ഒക്കെ ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ നിർവഹിക്കേണ്ട ചില കാര്യങ്ങളാണ്. ഇതോടുകൂടി ഞങ്ങളോടുള്ള നിങ്ങളുടെ ഉത്തരവാദിത്വം തീർന്നു. എന്നോടും ഫിലിപ്പോസിനോടും ഒക്കെ നിങ്ങളോടുള്ള ഉത്തരവാദിത്വം ഏകദേശം പൂർണ്ണമായി. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ഈ കഴിഞ്ഞ 3-4 വർഷമായിട്ട് നമ്മുടെ ഈ അടൂർ പ്രദേശത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം, അത് ഈ പ്രദേശത്ത് കൊടുത്തൊരു സാക്ഷി നമുക്ക് എല്ലാവർക്കും അറിയാം. 10-60 വർഷമായിട്ട് നമ്മുടെ ഒരു സംയുക്ത ക്രിസ്മസ് പ്രോഗ്രാമായിട്ട് പ്രവർത്തിച്ചിരുന്ന ഈ പ്രസ്ഥാനത്തെ നമ്മൾ എല്ലാവരും ഒരുമിച്ച് കണ്ടു. ഇതിനെ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ആക്കി മാറ്റിയത് ഒരുപാട് പ്രയാസവും വേദനയും എതിർപ്പുകളും സംശയങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു ഈറ്റുനോവിന്റെ കാലഘട്ടം ഉണ്ടായിരുന്നത്. ഒരു 3-4 മാസത്തെ ചർച്ചയും എതിർപ്പുകളും ഒബ്ജക്ഷൻസും ഒക്കെ അഭിമുഖീകരിച്ചാണ് ഈ പ്രസ്ഥാനമാക്കി മാറ്റുന്നത്. അതിനുശേഷമാണ് നമുക്ക് ഈ നാട്ടിലുള്ള എല്ലാവർക്കും, എല്ലാ മതവിഭാഗങ്ങൾക്കും കാണത്തക്ക രീതിയിലുള്ള ഒരു പ്രസ്ഥാനത്തെ നമുക്കിവിടെ പ്രതിഷ്ഠിക്കാൻ സാധിച്ചത്. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചേരാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിരുന്നത്. ഞാൻ ഇവരൊക്കെ പറഞ്ഞു ഈ പള്ളിയുടെ വികാരിയാണ്, കൊളീജിയൻ സ്കൂളിന്റെ പ്രിൻസിപ്പളായിരുന്നു. പക്ഷേ ഈ പ്രദേശത്തുള്ള പള്ളികളിലും വീടുകളിലും മരണത്തിനും ഒക്കെ ചെല്ലുമ്പോൾ അവിടെ ആരും എന്നെ ഹോളി ഏഞ്ചൽസിന്റെ പ്രിൻസിപ്പളെന്നോ അടൂർ തിരുവനന്തപുരപ്പള്ളിയുടെ വികാരിയെന്നോ അല്ല അഭിസംബോധന ചെയ്യുകയും എന്നെ പരിചയപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളൂ. അച്ഛനെ അത് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫെലോഷിപ്പിന്റെ ഭാരവാഹി ചെയർമാനോ അല്ലെങ്കിൽ ജനറൽ കൺവീനറോ എന്നുള്ള രീതിയിലാണ് എന്നെ അച്ഛനെയൊക്കെ പരിചയപ്പെടുത്തുന്നത്, മറ്റൊരു ഇടപെടുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ പ്രവർത്തിക്കാനുള്ള പ്ലാറ്റ്ഫോം നമുക്ക് കിട്ടിയില്ല. നിങ്ങൾക്കും അതെ, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാനില്ല. നമ്മുടെ ക്രിസ്മസ് പ്രോഗ്രാം മാത്രം ഉണ്ടായിരുന്നതാണ് നമ്മുടെ ഈസ്റ്ററിന്റെ സംഗമം. 3 മാസം കൂടുമ്പോഴുള്ള നമ്മുടെ പ്രാർത്ഥനാ സംഗമം. ഞാൻ ഓർക്കുകയാണ് എന്തുമാത്രം ബന്ധം ഇതുമൂലം നമുക്ക് ഇവിടെ സ്ഥാപിച്ചെടുക്കാൻ സാധിച്ചു. ഇവിടെയുള്ള ത്രിവേണിമാർ 3 പേര്, വ്യത്യസ്തമായ സഭകൾ, ഓർത്തഡോക്സ് സഭ, മലങ്കര കത്തോലിക്ക സഭ, ലാറ്റിൻ ചർച്ച്, സിറോ മലബാർ സഭ, യാക്കോബായ സഭ, CSA സഭ, സാൽവേഷൻ ആർമി, മർത്തോമ സഭ. ഈ സഭകളുമായിട്ടുള്ള ഒരു ബന്ധം, ഇത്രയും പരസ്പര ബന്ധമുള്ള ഒരു പ്രസ്ഥാനം മറ്റേതെങ്കിലും സ്ഥലത്ത് പേരുകളൊക്കെ കാണും. യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫെലോഷിപ്പ് മൂവ്മെന്റിനൊക്കെയാണ്, പക്ഷെ ഇത്രയും അടുത്ത് പ്രവർത്തിക്കാനും ഹൃദയമൊക്കെ സ്ഥാപിക്കാനും മറ്റൊരു സ്ഥലത്തും എങ്ങും സാധിക്കുന്നില്ല എന്നതാണ്. ഇത് നമുക്ക് ഒരു സഭയുടെ വ്യത്യാസമില്ലാതെ ഏത് സഭയാണെന്ന് പോലും നമുക്ക് അറിയത്തില്ല. നമ്മളെല്ലാവരും ഒരുമിച്ച് കഴിഞ്ഞ 3-4 വർഷമായിട്ട് പ്രവർത്തിച്ചു വരികയായിരുന്നു. വലിയൊരു സാക്ഷ്യമാണ് നമുക്ക് കൊടുക്കാൻ സാധിച്ചത്. ഞാൻ ഈ ആ വിഷയങ്ങളിലോട്ടല്ല ബന്ധപ്പെട്ട ഫിലിപ്പോസിനെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ചിന്തിക്കുന്നത്. അച്ഛൻ്റെ സെൻഡോഫാണ്. നമുക്ക് അച്ഛനെ തെങ്ങമം പള്ളിയിലേക്കാണ് പോകുന്നത്. നമ്മുടെ ഈ സർക്കിളിന് വെളിയിലാണ് അച്ഛനെ ട്രാൻസ്ഫർ ഓർഡറായപ്പോഴെ വിളിച്ച് പറഞ്ഞത് പോവുകയാണ്, നമ്മുടെ സർക്കിളിന് വെളിയിലാണ് അച്ഛൻ എന്ന് അച്ഛൻ പറഞ്ഞപ്പോഴാണ് ഞാൻ വിചാരിച്ചത് അച്ഛൻ നമ്മുടെ ഈ കൂട്ടായ്മയ്ക്ക് പുറത്തു പോവുകയാണ്. ഈ അച്ഛൻ വലിയ വരാതിരിക്കുന്നത് അച്ഛൻ്റെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനമാണ്. ഈ അച്ഛൻ നിർബന്ധമില്ല പറഞ്ഞു. അതുകൊണ്ടാണ് നമുക്ക് തന്നെ ചെയ്യണം. കാരണം 31-ാം തീയതി അച്ഛൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ വിളിച്ചപ്പോൾ അച്ഛൻ നിർബന്ധമില്ല. ബഹുമാനപ്പെട്ട ഫിലിപ്പോസ് അച്ഛനെ നമുക്ക് അറിയാം, കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മുടെ ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛൻ ചെയർമാനായിട്ട്. നമുക്കൊരു ഇടവകയിലെ ആൾക്കാരെ ഒരുമിച്ച് കൊണ്ടുപോകാൻ നോക്കാൻ ഇന്നത്തെ കാലത്ത് ബുദ്ധിമുട്ട്. ഒരു ഇടവകയിൽ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു 30-35 ഇടവകൾ, അത് വ്യത്യസ്തമായ ഡിനോമിനേഷൻപ്പെട്ട 35 ഇടവകളെ ഒരുമിച്ച് ചേർത്ത് കൊണ്ടുപോകാൻ പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടും ഭയങ്കരമായിട്ടുള്ള ത്യാഗമാണ്. അച്ഛൻ
അച്ഛനെ ഞാൻ ഓർക്കുകയാണ്, നമ്മുടെ മീറ്റിങ്ങുകളും നമ്മുടെ കൂടിവരവുകളൊക്കെ വരുമ്പോൾ പല അഭിപ്രായങ്ങളുണ്ടാകും, എതിർപ്പുകളുണ്ടാകും. പക്ഷെ ഒരിക്കൽ പോലും അച്ഛൻ ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ ആരെ അടിച്ച് അമർത്തിയിരുത്താനോ അല്ലെങ്കിൽ സംസാരിക്കാതിരിക്കാനോ ഒന്നും പറയാതെ വളരെ ശാന്തതയോടുകൂടി വളരെ സമീപനത്തോടുകൂടി എന്ത് പ്രതിസന്ധികളെയും അച്ഛൻ അഭിമുഖീകരിക്കുന്ന ഞാൻ കണ്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ സംയുക്ത റിസോഴ്സിന്റെ പ്രോഗ്രാമൊക്കെ ആലോചിക്കാനൊക്കെ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ വലിയ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ വരും, വാദപ്രതിവാദങ്ങൾ വരും, അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവിടെ എല്ലാം അച്ഛൻ എത്രയോ സമീപനത്തോടുകൂടിയാണ് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ആരും പിണങ്ങിപ്പോകാനോ ആരും വിട്ടു നിൽക്കാനോ വിഷമിച്ചു പോകാനോ ഇടവരാത്ത രീതിയിൽ എല്ലാവരും ഒരുമിപ്പിച്ചു കൊണ്ടുവരാനായിട്ട് അച്ഛൻ സാധിച്ചു എന്നതാണ്. നമ്മുടെ ഈ പ്രസ്ഥാനം ഇന്ന് ഈ നിലയിൽ എത്തിച്ചേർന്നു എങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട അതിന്റെ ഭാരം വഹിച്ചത് ബഹുമാനപ്പെട്ട ഫിലിപ്പോസ്. ഞാൻ വളരെ വ്യക്തിപരമായിട്ട് അച്ഛനോട് എനിക്ക് അടുപ്പമുണ്ട്, അച്ഛൻ അതുപോലെ എന്നോട് അടുപ്പമുണ്ട്. ഞാൻ ഈ കാര്യങ്ങൾക്കൊക്കെ അച്ഛനെ കൂടെ ബന്ധപ്പെടാൻ ഉപയോഗിക്കുന്നത് എന്ത് താല്പര്യത്തോടു കൂടിയാണ്. പലപ്പോഴും നമ്മളൊക്കെ അല്പം ഒരു മടിയൊക്കെ കാണിക്കുമ്പോഴും ഭാരവാഹികളായിട്ടുള്ള ബാക്കിയുള്ളവർക്ക് അല്പം മടി കാണിക്കുമ്പോഴും അച്ഛൻ എന്തുമാത്രം താല്പര്യം എത്ര പ്രാവശ്യം വിളിക്കാറുണ്ട്, എത്ര പ്രാവശ്യം നമ്മളെ ഈ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാറുണ്ട്. തോസാറ് ചെയ്യാറുണ്ട് ഇല്ലെന്നല്ല, എങ്കിൽ തന്നെ അതോടൊപ്പം തന്നെ തോസാറിനോടൊപ്പം തന്നെ അച്ഛൻ എത്ര പ്രാവശ്യം വിളിക്കുകയും അൽമായത്ര വിളിക്കുന്നില്ല അച്ഛന്മാരെ വിളിക്കാറുണ്ട്. വിളിച്ച് കാര്യങ്ങൾ പറയും, ചെയ്യണം, മുമ്പോട്ട് വരണം, ഒരുമിച്ച് നിൽക്കണം എന്നുള്ളൊരു സന്ദേശം അച്ഛൻ. ബഹുമാനപ്പെട്ട അച്ഛൻ നമുക്ക് നൽകിയ നേതൃത്വം വളരെ വലുതാണ്, നമുക്ക് മറക്കാൻ സാധിക്കത്തില്ല. നമ്മുടെ ഈ ഒരു ശൈശവ പ്രായത്തിലുണ്ടായിരുന്ന ഈ UCF എന്ന് പറയുന്ന ശിശുവിനെ പരിപാലിച്ച് വളർത്തി ഈ നിലയിൽ കൊണ്ടുവന്നത് ബഹുമാനപ്പെട്ട അച്ഛനാണ്. അച്ഛനാണ് അതിന്റെ ക്രെഡിറ്റ്. അച്ഛൻ്റെ പള്ളി നമുക്കറിയാം, കണ്ണങ്കോട് സെന്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ. നമുക്ക് സ്വതന്ത്രമായിട്ട് നമ്മുടെ ഒരു ഇടവക പള്ളി പോലെ, നമ്മുടെ സ്വന്തം പള്ളി പോലെ ആ പള്ളിയിൽ അവിടുത്തെ പാരിഷ് ഹോളും മറ്റ് സംവിധാനങ്ങളെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ അച്ഛൻ നമുക്ക് നൽകിയ സ്വാതന്ത്ര്യം ഞാൻ ഓർക്കുകയാണ്. പല ദിവസങ്ങളോടെ പോയിട്ട് വെക്കുമ്പോൾ പ്രാർത്ഥനയുടെ സമയമാണ് എങ്കിൽ പോലും അച്ഛൻ നമുക്ക് വേണ്ടി അവിടെ ക്രമീകരണങ്ങൾ ഒരുക്കി തരാറുണ്ട്, നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാറ്. അപ്പൊ അച്ഛൻ്റെ പള്ളിയും അച്ഛൻ്റെ സംവിധാനങ്ങളും അവിടുത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് വേണ്ടി ഒരുക്കി തന്നു. ബഹുമാനപ്പെട്ട അച്ഛനെ ഈ പ്രസ്ഥാനത്തോട് ചെയ്ത നേതൃത്വവും കാണിച്ച ഈ സ്നേഹവും കരുണയും ഒക്കെ ഈ അവസരം നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓർക്കുകയാണ്, അതോടൊപ്പം തന്നെ അച്ഛൻ്റെ ഇടവക പള്ളി കണ്ണങ്കോട് സെന്റ് തോമസ് ഓർത്തഡോക്സ് 1000-ന് വീട്ടുകാരുണ്ട്. വളരെ പാടാണ് ഈ വലിയ വാരിഷത്തിപ്പം കൊണ്ടുപോകുക എന്നുള്ളത്. നമുക്കൊരു വീട്ടിൽ തന്നെ 2 മക്കളുണ്ടെങ്കിൽ 2 പേര് 2 വഴിക്ക് പോകുന്നതാണ്. ഇങ്ങനെയുള്ളവരാണ് ഒരുമിച്ച് കൂടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പള്ളി 1000 വീട്ടുകാരിലൊക്കെ ഒരു പ്രശ്നവുമില്ലാതെ കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ അതിലുപരിയായിട്ട് നമുക്കറിയാം അവിടുത്തെ ആ പാരിഷ് ഹോള് ഒരു കോടി നമ്മുടെ സാറോ ട്രസ്റ്റി ഒക്കെ ഉണ്ട്, ഒന്നിരിക്കുക അവരെല്ലാം സാറൊക്കെ ഉണ്ട്, അവരെല്ലാം നേതൃത്വം കൊടുത്തില്ല, അത് ഞാൻ പറയുന്നില്ല. എങ്കിൽ തന്നെ വികാരിയുടെ റോള് വലുതാണല്ലോ, വികാരിയുടെ റോള് ഇവരുടെ പേരിൽ സാറും എല്ലാം ഉണ്ട്. അപ്പൊ വികാരിയുടെ റോള് വലുതാണ്. നമുക്ക് കണ്ണങ്കോട് പള്ളിക്ക് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും ഇത് നാടിന് മൊത്തം. ഞാൻ ബേബിയോട് സാറിന് പറയും, ഞാൻ കല്യാണം പഠിച്ചത് കമ്മീഷൻ തരണമെന്ന് പറയും, ശരിക്കും തന്നിട്ടില്ല. ഞാനൊരു 10-15 കല്യാണം ഇത് എൻ്റെ വിളിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ നാടിന് മുഴുവൻ അതൊരു പ്രയോജനമായി. ഇവിടുത്തെ കല്യാണമാണെങ്കിലും അവിടുത്തെ കല്യാണമാണെങ്കിലും കഴിഞ്ഞിട്ട് നമുക്ക് ദൂരമൊന്നും പോകാതെ നല്ല AC ഓഡിറ്റോറിയം നമുക്ക് അതിന് അച്ഛനെടുത്ത ത്യാഗവും അതിന് ഉദ്ഘാടനത്തിലൊക്കെ ഞാൻ പോയായിരുന്നു. അതൊരു അച്ഛനോട് സംസാരിച്ചതൊക്കെ ഞാൻ ഓർക്കുകയാണ്. ഇതുമാത്രം അതിൻ്റെ പിന്നിൽ അച്ഛൻ്റെ കഷ്ടപ്പാടുണ്ട് എന്നുള്ള ഓർക്കുകയാണ്. അപ്പം അങ്ങനെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ബഹുമാനപ്പെട്ട തോമസ് സാറ് ആദ്യം പറഞ്ഞതുപോലെ നമുക്ക് കുറേ നല്ലൊരു നേതൃത്വം കഴിഞ്ഞ 2 വർഷമായി നമുക്ക് നൽകിയ അച്ഛൻ്റെ ശുശ്രൂഷകൾ നമ്മളെ എല്ലാവരും ഹൃദയം കൊണ്ട് മാനിക്കുകയാണ്. അച്ഛനെ നമുക്ക് ആർക്കും ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അതോടൊപ്പം തന്നെ അച്ഛൻ്റെ ബഹുമാനപ്പെട്ട കൊച്ചമ്മ എപ്പോഴും അച്ഛൻ്റെ കൂടെ നിഴൽ പോലുണ്ട്. അച്ഛനെ സംശയമായിട്ടാണെന്ന് പറയുന്നില്ല, അത് മറ്റു ഓർത്തഡോക്സ് അച്ഛന്മാരുടെ
അച്ഛന്മാരും കൊച്ചന്മാരും കൂടെ വഴക്കായിട്ടാണെന്ന് അറിയില്ല, അവർ കൂടെ വരാം. എന്തായാലും എപ്പോഴും കൂടെ ഉണ്ട്, ശ്വാസം വിടാൻ പോലും അനുവദിക്കാതെ കൂടെ നടക്കുന്നത് കാണാം. അപ്പോൾ കൊച്ചമ്മയെ എപ്പോഴും നന്ദിയോടുകൂടി ഓർക്കാതിരിക്കാൻ പറ്റത്തില്ല. കൊച്ചമ്മയുടെ സാന്നിധ്യം നമ്മുടെ അമ്മയുടെ സഹോദരിയുടെ ഒക്കെ ഒരു സാന്നിധ്യമാണ് നമുക്ക്. നമ്മുടെ പേര് പുരുഷന്മാരിക്കുമ്പോൾ ഒരു സ്ത്രീയുടെ സാന്നിധ്യം നമുക്ക് വലിയൊരു നേട്ടമാണ്. കൊച്ചമ്മയോടുള്ള നന്ദി അവസരത്തിൽ അറിയിക്കുകയാണ്. നമ്മുടെ ജോലി അച്ഛന് അച്ഛൻ്റെ അസാന്നിധ്യം നമുക്ക് എല്ലാവർക്കും വേദന ഉണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ ഒരു ആത്മാവായിരുന്നു ബഹുമാനപ്പെട്ട ജോലി. ഞാൻ ഇപ്പോഴും ഓർക്കാറുണ്ട്, നമ്മുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രൊഫഷണലിസം കൈവരുത്തിയത് അച്ഛൻ്റെ ഒരു സംഘാടക മികവ്. ഇപ്പം ഞാനും ഫിലിപ്പോസിന് ഒക്കെ അല്ലെ തോമസാറ് ഞങ്ങളൊക്കെ നേതൃത്വം കൊടുക്കുന്നുവെങ്കിലും പല പരിപാടികളും അച്ഛനെ കേൾപ്പിച്ചാൽ മതി. നമ്മളൊരു ക്രിസ്മസിൻ്റെ പ്രോഗ്രാം, ബാക്കി കാര്യങ്ങളൊക്കെ എല്ലാവരും കൂടെ ചെയ്യുന്നുണ്ട്. പിന്നെ സ്റ്റേജിലെ പ്രോഗ്രാം അത് നമുക്ക് മറ്റൊരാളെ കുറിച്ച് ചിന്തിക്കുന്ന കാര്യമില്ല. ഒരു പ്രൊഫഷണലായിട്ട് ഒരാളെ വെളിയിൽ വിളിക്കുന്ന കാര്യം അച്ഛനോട് കേൾപ്പിച്ചാൽ മതി. അത്ര കൃത്യമായിട്ട്, അത്ര മനോഹരമായിട്ട് ഒരു ഇവന്റ് മാനേജ്മെന്റ് ടീം നടത്തുന്നതിനേക്കാൾ അത്ര ഭംഗിയായിട്ട്, അതും അതുപോലെ നമ്മുടെ ഈസ്റ്റർ സംഗമങ്ങൾ, പ്രാർത്ഥന കൂട്ടായ്മകൾ എത്ര ഭംഗിയായിട്ട് അച്ഛൻ ചെയ്യുന്ന ആ കൊമ്പിയറിയും അതിൻ്റെ ക്രമീകരണങ്ങളും ഒക്കെ നമ്മുടെ ഈ പരിപാടികളെ വ്യത്യസ്തമായ പരിപാടിയായി മാറ്റി. വളരെ ശാന്തനായ, എന്നാൽ വളരെ കഴിവുള്ള ഒരു ബഹുമാനപ്പെട്ട വൈദികൻ. ഓർത്തഡോക്സ് സഭയിലെ തന്നെ അറിയപ്പെടുന്ന ഒരു മിടുക്കനായ വൈദികനാണ് അദ്ദേഹം. നമ്മുടെ ഹോളിഗൽ സ്കൂളിൻ്റെ PTA പ്രസിഡന്റായിരുന്നു, ഈ സ്കൂളിൻ്റെ PTA പ്രസിഡന്റായിരുന്നു. അങ്ങനെ വളരെയധികം നമുക്കെല്ലാവർക്കും സഹായം ചെയ്ത ബഹുമാനപ്പെട്ട അച്ഛനെ കൂടുതലേക്കാണ് പോകുന്നത്. അപ്പോൾ ബഹുമാനപ്പെട്ട രണ്ട് വൈദികരുടെയും സേവനവും ശുശ്രൂഷയും ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ഇവിടെ കൂടിയിരിക്കുന്ന എനിക്ക് വ്യക്തിപരമായിട്ട് ഫിലിപ്പോസ് അച്ഛനോട്, അതുപോലെ ജോണച്ചൻ വന്നിട്ടുണ്ട്, വ്യക്തിപരമായിട്ട് ജോണച്ചനോട് ഫിലിപ്പോസ് അച്ഛനോട് നന്ദിയും സ്നേഹമൊക്കെ ഉണ്ട്. കാരണം എൻ്റെ പ്രിയപ്പെട്ട അമ്മ മരിച്ചപ്പോൾ ബഹുമാനപ്പെട്ട അച്ഛന് എല്ലാ അച്ഛന്മാരും ഉണ്ടായിരുന്നു, മോഹൻ പത്രയും വരികയും ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്ത് ഓർക്കുകയാണ്. അപ്പം അങ്ങനെ വളരെ വ്യക്തിപരമായിട്ടൊക്കെ ഞങ്ങളോടുള്ള സ്നേഹം, എൻ്റെ അതിനിടയ്ക്ക് മറ്റു കാര്യങ്ങൾ ഓർക്കുന്നത്, എൻ്റെ മൂത്ത മകൾ ഓർത്തഡോക്സിലാണ് പുത്തൻപുഴയിൽ. അപ്പോൾ അവിടുത്തെ അച്ഛൻ്റെ കാര്യം ഞാൻ വിശ്വസിച്ചുള്ള പുള്ളി ഭയങ്കര സോഷ്യലുണ്ട്. അച്ഛന്മാരെ എൻ്റെ അളിയനാണ് ഫിലിപ്പോസിൻ്റെ. അപ്പം അങ്ങനെ ഒരു ബന്ധം. അപ്പോൾ ഞാനൊരു മകളുടെ വീടോട്ടെ കൂടെ വളരെ അടുത്താണ് പ്രിയച്ചത്. അപ്പോൾ പെങ്ങൾ പറഞ്ഞതിൽ സന്തോഷം. നമ്മുടെ പുഴയിലെ അച്ഛൻ്റെ അളിയനാണ് അവിടുത്തെ വികാരി എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വളരെ വലിയൊരു ബന്ധവും സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ഫിലിപ്പോസ് ദാനിയേൽ അച്ഛന് ഈ പ്രസ്ഥാനത്തിൻ്റെ പേരിൽ ഞാൻ അടുത്ത ജനറൽ ബോഡി തീരുന്നത് വരെ ഞാനാണ് ഭാരവാഹിയാണ് കേട്ടത്. ഇനിയും വരത്തില്ല, വീടില്ല, ഇത്രയും ദൂരം യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഫിലിപ്പോസിന്റെ കാര്യത്തിൽ എന്തായാലും വന്നേ പറ്റൂ എന്ന് ചിന്തിച്ചുകൊണ്ടാണ്. അപ്പം ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള ഹൃദയംഗമായി നന്ദി അറിയിക്കുന്നു, പ്രാർത്ഥന അറിയിക്കുന്നു. ഇനി അച്ഛൻ ചെല്ലുന്ന സ്ഥലത്ത് ദൈവം ധാരാളമായ അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും അച്ഛൻ കുറേ സമയം അവിടെ കിട്ടും. 100 വീട്ടുകാർ താഴെയുള്ള 1000 വീട്ടിൽ നിന്ന് 100 വീട്ടുകാർ പോകുന്നത് ഒത്തിരി സമയമുണ്ട്. അപ്പം അച്ഛനോട് പോയി ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും പറയുന്ന പുസ്തകം ഡെയിലി ഇൻസ്പിറേഷൻ ദലൈലാമ്മയുടെ ചിന്തകളാണ്. 360 ദിവസത്തേക്ക് അപ്പോൾ ഫ്രീ ആയിട്ട് അവതരിക്കുമ്പോൾ ഇതൊന്ന് വായിച്ച് ധ്യാനിക്കാൻ അതിനുവേണ്ടി കൊണ്ടുവന്നാണ്. വാക്കുകൊണ്ട് നമ്മൾ എല്ലാ വ്യക്തിപരമായിട്ടുള്ള ഒരു സ്നേഹത്തിൻ്റെ അടയാളമായിട്ട് തരുന്നു. ദൈവം ഫിലിപ്പോസിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ജോലി സിറ്റിനോട് തോസാറൊക്കെ പറയണം. അച്ഛന് ഞാനൊരു പുസ്തകം ഇത് തന്നെയാണ് തോസാറ് വായിച്ചത് നല്ല കുറേ വായിച്ചു അത് ജോലി അച്ഛൻ വേണം എഴുതിക്കുന്നു. അപ്പം അച്ഛനോടുള്ള നന്ദി അവസരം അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ കുര്യനച്ഛൻ നമ്മുടെ എല്ലാത്തിനും ഉണ്ട്. കല്യാണം കഴിച്ചിട്ട് അതിൽ പത്രാനൊക്കെ ആകെയുള്ള സാധ്യത മനുഷ്യനായ ഓർക്കാറുണ്ട്. അപ്പം കുര്യനച്ഛൻ കൂടി വന്ന് അധ്യക്ഷനായിട്ട്
വാസ്തവത്തിൽ നമുക്കറിയാം എല്ലാത്തിനും നമുക്ക് വലിയൊരു നേതൃത്വമാണ് അച്ഛന്, വളരെ ശക്തിയുള്ള ഒരു നേതൃത്വം എല്ലാ കാര്യത്തിലും. റാലിക്ക് പ്രത്യേകിച്ച് റാലി ബ്രാൻഡ് കുത്തിയിട്ടേക്കാണ്, നിങ്ങൾ പോകുന്നതൊക്കെ റാലിയുടെ ആളാണ്. നമ്മുടെ ജോഷുവ കൊച്ചുളച്ചല് സുവിനച്ചനാണ്, നിങ്ങളെല്ലാം ഇത്രയും ആർക്കിടെക്റ്റൊന്നും വിളിക്കണ്ട, സുവിനച്ചനെ വിളിച്ചാൽ അച്ഛൻ നമ്മുടെ ഈ ഇടവകയുടെ വികാരി, നമ്മുടെ അടൂർ വൈദിക ജില്ലയുടെ വികാരിയുമായിട്ടാണ് അച്ഛനെ വന്നിട്ടുള്ളത്. നമ്മുടെ സ്കൂളിൻ്റെ ചുമതലയുണ്ട്, അങ്ങനെ ബഹുമുഖങ്ങളായ ചുമതലകൾ അച്ഛനുണ്ട്. ബഹുമാനപ്പെട്ട അച്ഛന് ഞാനും അച്ഛനും ഒക്കെ അറിയാനും നല്ല നേതൃത്വത്തിൽ ഇരുന്ന സ്ഥലങ്ങളിലൊക്കെ ഇതുപോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് വളരെ മാതൃകാപരമായ നേതൃത്വം നൽകിയിട്ടുള്ള വളരെ നേതൃത്വങ്ങളുള്ള ഒരച്ഛൻ. ഞങ്ങളൊക്കെ നയിച്ചതിനേക്കാൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി അച്ഛൻ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് കൊണ്ടുപോകും, യാതൊരു സംശയമില്ല. ബഹുമാനപ്പെട്ട അച്ഛനെ ഇവിടെ വന്നിട്ട് 1 മാസം കഴിഞ്ഞതേ ഉള്ളൂ. ഇനിയുള്ള മീറ്റിങ്ങുകളിലും മറ്റു കാര്യങ്ങൾക്കും എല്ലാം അച്ഛൻ വരും. നമുക്കിവിടെ എന്തുമാത്രം സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ഈ പള്ളിയിലുണ്ടായിരുന്നുവോ അതിനേക്കാൾ ഒരു പടിയുടെ സ്വാതന്ത്ര്യം ബഹുമാനപ്പെട്ട അച്ഛൻ തരും. അത് ആ രീതിയിലുള്ള ഒരു സ്വഭാവമുള്ള ബഹുമാനപ്പെട്ട അച്ഛനാണ്. ഞാനത് അച്ഛൻ നിൽക്കുന്നതോട് പറയില്ല, ഒന്നും ഭയപ്പെടേണ്ട, എല്ലാ രീതിയിലുള്ള സഹകരണം അച്ഛൻ്റെ ഭാഗത്തുണ്ടാകും. ബഹുമാനപ്പെട്ട അച്ഛനെ ഈ പ്രസ്ഥാനത്തിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ജോണച്ചൻ വന്നിട്ടുണ്ട്. അച്ഛനെ പ്രത്യേകിച്ച് അച്ഛനെ ഒന്നും വരുന്നൊന്നുമില്ല, ഒരു മീറ്റിംഗ് വന്നതേ ഉള്ളൂ. അച്ഛനെ പ്രത്യേകമായിട്ട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. തോസാറ് വളരെ ത്യാഗം അനുഭവിച്ചാണ് ഇതെല്ലാം ക്രമീകരിച്ചത്. ബഹുമാനപ്പെട്ട തോസാറിനെ നന്ദിയോട് ഓർക്കുന്നു. ഇനി ആരുടെയും പേരുകൾ പറയുന്നില്ല, എല്ലാവരും കൺമുമ്പിൽ സന്തോഷത്തോടെ കാണുന്നു. എല്ലാവരും നല്ല പുഞ്ചിരിയോടുകൂടി എല്ലാവരും ഇരിക്കുന്നത് കാണുമ്പോൾ എല്ലാവരും ഹാപ്പിയാണ് എന്നുള്ളത്. നിങ്ങൾ ഇങ്ങനെ പുഞ്ചിരിച്ചാൽ ഞങ്ങൾക്ക് പോകുന്നതിൻ്റെ സന്തോഷമാണെന്ന് ആൾക്കാർ വിചാരിച്ചു പോകും. അപ്പം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ നമുക്ക് എല്ലാവർക്കും നല്ലതാണ്.